ഹലോ, നമ്മുടെ ഈ പാണ്ടക്കുട്ടിയുടെ സ്കെച്ച് ബുക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന്. മാത്രമല്ല ചിലർ ചോദിച്ചിരുന്നു ഇതിൽ യൂസ് ചെയ്തിരുന്ന പേപ്പർ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്നത് പോലെ തന്നെ ഒരു പഴയ ജീൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കവർ പേജ് ചെയ്തിരിക്കുന്നത്. കട്ടി പേപ്പറിൽ പഴയ ഒരു ജീൻസാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു പാണ്ടക്കുട്ടനാണ്. ഇത് എവിടെന്നോ പഴയ ഒരു പാണ്ടക്കുട്ടൻ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിങ്ങനെ നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് അത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ആദ്യമായിട്ട് തുന്നി ഉണ്ടാക്കിയ സ്കെച്ച് ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുന്നുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇത് ബൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് എക്സ്ട്രാ ക്ലോത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിലൊന്നുമല്ല ഈ ഒരു ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് പേജിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് പേജായിട്ട് അങ്ങനെ ഒരു പേജൊന്നും കൊടുത്തിട്ടില്ല. പകരം ആ പേജ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ഹാപ്പിനെസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഹാൻഡ് മെയ്ഡ് ഹാപ്പിനെസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡൂഡ്ലിംഗ് ഒക്കെ അടുത്തായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഡിസൈൻ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്തിട്ടുള്ളതല്ല. വെറുതെ ഒഴിഞ്ഞ സ്പേസിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് ജെൽ പെൻ കൊണ്ട് വരച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ആ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത ആ ബ്രൗൺ പേപ്പർ അതിലെ പശ പ്രോപ്പറായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ രണ്ടും കൂടി ചേർത്ത് വെച്ച് ഞാൻ അടച്ചു വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രൗൺ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ഈ ഫസ്റ്റ് പേജിലായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വൃത്തികേടായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ ഫസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പിക്ചറായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. അത് ആർക്കായാലും ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്കൈൻ്റെ പിക്ചറാണത്. ഇനി സെക്കൻഡ് പേജിലേക്ക് വരുന്ന സമയത്ത് ഈ റോസ് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല. എന്നിരുന്നാലും ഇത് ചെയ്യുന്ന വീഡിയോ ഞാനിങ്ങനെ യൂട്യൂബിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇടയ്ക്ക്. എന്നിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടാവും. ഇനി അടുത്ത പേജിലായിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുടെ പിക്ചറാണ്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ നോക്കി അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അക്രിലിക്സ് എനിക്ക് വലിയ വശം ഉണ്ടായിരുന്നില്ല. അക്രിലിക് പെയിൻറ്റ് ചെയ്തത്ര പരിചയം ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് വാട്ടർ കളർ മാത്രമാണ്. അല്ലാണ്ട് അക്രിലിക് എനിക്ക് വലിയ പരിചയമുള്ള മീഡിയം അല്ല. അപ്പോൾ അത് ചെയ്ത് തുടങ്ങിയ സമയത്ത് ചെയ്ത പെയിൻറ്റിങ്സിൽ ഒന്നാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെ സ്പെഷ്യലാണ്. മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടോ. നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ആക്രിലിക്സിൽ തുടക്ക സമയത്ത് ചെയ്തൊരു പിക്ചർ തന്നെയാണ്. ഇത് ഈ സ്കെച്ച് ബുക്കിൽ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഓർഡറിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പേജിൽ ആദ്യം ചെയ്തു അങ്ങനെയല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉള്ള പേജുകളിലാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. എനിക്ക് ആദ്യത്തെ പേജിൽ ചെയ്യാനായിട്ട് പലപ്പോഴും ഒരു മടി തോന്നാറുണ്ട്. എന്തോ തെറ്റിപ്പോവോ അല്ലെങ്കിൽ ആ പേജ് കൊള്ളാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ പേജിൽ പിക്ചർ പിന്നീടൊക്കെയാണ് വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കത്തെ പേജുകളിലൊക്കെയാണ് എപ്പോഴും വരക്കാറുള്ളത്. അങ്ങനെ ഇടയ്ക്കെപ്പോഴോ വരച്ചിട്ടുള്ളൊരു പിക്ചറാണ് ഇതും വെറുതെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു പിക്ചർ കണ്ടപ്പോൾ അത് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കിയതാണ്. ആകാശമൊന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാത്തൊരു പിക്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ആ ജനാലയുടെ കമ്പികളൊന്നും പ്രോപ്പറായിട്ട് ഷെയ്ഡിങ് കൊടുത്തത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മതിയായിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി. ആ ഒരു സമയത്ത് എനിക്ക് സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. എന്തെങ്കിലും തുടങ്ങി വെക്കും. പക്ഷെ അത് തുടങ്ങി വെക്കുന്നതിൻ്റെ ആവേശം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവാറില്ല. എത്രയും വേഗം എൻഡ് റിസൾട്ട് കാണണം എന്ന് പറയുന്നൊരു ആവേശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാഷി ടേപ്സൊക്കെ എത്രയും വേഗം പൊളിച്ച് കളഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാതെ വന്നൊരു സ്റ്റേജിൽ വെച്ച് നിർത്തിയിരിക്കുന്നതാണ്. അത് കംപ്ലീറ്റ് ഒന്നും അല്ല. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ക്യൂട്ടായിട്ടുള്ള രണ്ട് കുഞ്ഞു കിളികളെ ഒന്ന് വരച്ച് നോക്കിയതാണ്. അതങ്ങനെ വലിയ സമയം എടുത്ത് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. നമ്മുടെ വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാട്ടർ കളർ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയ പെയിൻറ്റിങ്സിലൊന്നാണത്. ഇനി ഈ ഒരു പിക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ് കേട്ടോ. വീട്ടിൽ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു കമ്പുകളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെടി വെക്കുന്ന ഒരു പോട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചർ അത് നോക്കിയിട്ട് വരച്ചതാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പിക്ചറാണ്. ആ ഫ്ലവർ പോട്ട് ഞാൻ തന്നെ ഇങ്ങനെ DIY ആയിട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിങ്ങനെ ഒരു വലിയ പെർഫെക്ഷനിലൊന്നും ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നില്ല. എന്നിരുന്നാലും എനിക്കത് ആ ഫ്ലവർ പോട്ട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റും ആയിരുന്നില്ല. അതിൻ്റെ കുറച്ച് ഭാഗം ട്വിഗ്സ് ഒട്ടിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ അത് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് നോക്കി വരച്ചപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ദ അതർ സൈഡ് ഓഫ് ഇംപെർഫെക്ഷൻസ് എന്ന്. അപ്പുറത്തെ സൈഡിൽ ആക്ച്വലി ഇംപെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് വരച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ എഴുതിയും വെച്ചിരിക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ആ ഫ്ലവർ പോട്ട് ഓർമ്മ വരും. ഇപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി അതൊക്കെ കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് മിസ് ചെയ്യുന്നുണ്ട്. അതൊരു നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അതിപ്പോഴും ഞാൻ വെച്ചിരുന്നേനെ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച്. ഇനി നെക്സ്റ്റ് പെയിൻറ്റിങ്ങും ഒരു സ്പെഷ്യൽ വണ്ണാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ മോന് ആ ഒരു സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ഈ റഫ്ലേഷ്യ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അവന് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് വലിയ ക്രേസായിരുന്നു. അപ്പോൾ എവിടെ കണ്ടാലും റഫ്ലേഷ്യ വരക്കുന്നതും റഫ്ലേഷ്യ ഉണ്ടാക്കുന്നതും ക്ലേ വെച്ച് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ ആ സമയത്ത് വരച്ച് വെച്ചിരിക്കുന്ന റഫ്ലേഷ്യ ഫ്ലവറാണ്. ഇത് ഞാൻ ഗൂഗിളിൽ നോക്കി അവന് വേണ്ടി വരച്ച പിക്ചറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതും എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ള പിക്ചർ തന്നെയാണ്. പിന്നെ ഈ ഒരു പിക്ചർ ഇതെനിക്ക് കട്ട മൂഡ് സ്വിങ്സ് ഉണ്ടായ ഏതോ ഒരു ദിവസം വരച്ചാണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്താണ് വരച്ചത്, അപ്പോഴത്തെ എൻ്റെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ആ ഒരു റിലീഫിന് വേണ്ടിയിട്ട്, മൈൻഡ് റിലീഫിന് വേണ്ടിയിട്ട് വരച്ചൊരു പിക്ചറാണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ ജേർണലിംഗ് ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ജേർണലിങ്ങിൻ്റെ ആ ബുക്കില്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്കെച്ച് ബുക്കിൽ തന്നെയാണ് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചതും. അതുപോലെ തന്നെ വെറുതെ ഒരു പിക്ചർ, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പിക്ചർ വരക്കാം എന്ന് പറയുന്ന ഐഡിയയിലൊന്നും അല്ല. അപ്പം മനസ്സിൽ തോന്നിയ ആ ഫീലിംഗ് ആണ് ആക്ച്വലി ആ ഒരു പിക്ചറായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതും എന്നെ ആ ഒരു മൂഡ് സ്വിങ്സിൻ്റെ ആ ഒരു സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു പിക്ചറാണ്. ഇനി അടുത്തത് ഒരു പെയിൻറ്റിങ് കണ്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒട്ടും തന്നെ മാറ്റം വരുത്താണ്ട് അതേപടി ചെയ്യാൻ നോക്കിയതാണ്. എന്നിരുന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുമല്ലോ. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അല്ലാതെ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്കൊരിക്കലും നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്തൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, സ്കൈ പോലെ തോന്നുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ആ പെയിൻറ്റിങ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വരച്ച് നോക്കിയതാണ്. ഇനി അടുത്ത പിക്ചർ, ഈ 2 മാനുകൾ നിൽക്കുന്ന പിക്ചർ, ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു പിക്ചർ. അത് നോക്കി ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് വരക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ലൈറ്റൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ, ബാക്കിൽ നിന്ന് ലൈറ്റ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഫോട്ടോ ആയിരുന്നു അത്. ഞാൻ വരച്ചപ്പോൾ അത്രത്തോളം നന്നായിട്ട് വന്നില്ല എങ്കിൽ കൂടിയും എനിക്ക് ആ പിക്ചർ നന്നായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തതും. പക്ഷേ ഇതിൻ്റെ ലീവ്സ് ഒന്നും പ്രോപ്പറായിട്ട് എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ലീവ്സ് ആയിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് ബ്രഷ് ടെക്നിക്സ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഡീറ്റെയിലിംഗ് ബ്രഷ് കൊണ്ട് എല്ലാം ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പോൾ മാത്രമല്ല അത്രയും നല്ല ക്ലിയർ ആയിട്ട് വരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉള്ളൊരു പിക്ചറാണ് അത്. ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡ് ഫിഷിൻ്റെ പിക്ചർ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരുന്ന ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് നോക്കി വരയ്ക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പിക്ചർ അയച്ചു കൊടുത്തതും എൻ്റെ ആ ഫ്രണ്ടിന് തന്നെയാണ്. അപ്പോൾ ഈ ഗോൾഡ് ഫിഷിൻ്റെ പിക്ചർ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. അത് നല്ല തിളക്കമുള്ളൊരു മീനായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു പ്രത്യേക ലൈറ്റ് ബാക്കിൽ കൂടി വരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു പിക്ചറായിരുന്നു. ഞാൻ വരച്ചിട്ട് അത്രത്തോളം നന്നായിട്ട് വന്നില്ലെങ്കിൽ കൂടിയും ഒരുപാട് സമയം എടുത്ത് ഞാൻ വരച്ചൊരു പിക്ചറാണിത്. ഇതിൻ്റെ വാലൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണുമ്പോൾ അങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള പിക്ചറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരുപാട് ലെയേഴ്സ് കൊടുത്തിട്ടാണ് ആ വാല് കുറച്ചെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്രിലിക് പെയിൻറ്റ് ഇതിലേക്ക് പ്രോപ്പറായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ചെയ്ത് കഴിയുമ്പോൾ ഒരു ടെക്സ്ചർ ഉള്ളതുകൊണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വാട്ടർ കളർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് പേപ്പറാണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. ഹാൻഡ് മെയ്ഡ് പേപ്പർ തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് അറിയുമായിരുന്നില്ല, എവിടെയോ കണ്ടപ്പോൾ ഞാൻ ഹാൻഡ് മെയ്ഡ് പേപ്പർ വാങ്ങിച്ച് വെച്ചതാണ്. എന്നിട്ടത് ഒന്നും ചെയ്യാണ്ട് ഉപയോഗിക്കാണ്ട് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ആ സമയത്ത് ഞാനിങ്ങനെ ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയ സമയത്ത് അന്ന് അതുകൊണ്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ആ പേപ്പർ കൊണ്ടിട്ടാണ് ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൽ ചെയ്തെടുക്കാനായിട്ട്, പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം പെയിൻറ്റ് അതിൽ പിടിക്കാനായിട്ട് വലിയ പാടാണ്. അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ബേർഡിൻ്റെ പിക്ചർ ചെയ്ത സമയത്തും എനിക്കുണ്ടായ ഡിഫിക്കൽട്ടീസ് അതൊക്കെ തന്നെയാണ്. എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു പേപ്പറിൽ. പിന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് നോക്കിയതാണ്, വാട്ടർ കളർ കൊണ്ട് ചെയ്ത് നോക്കിയതാണ്. ഇതിന് മുന്നേ നമ്മൾ കണ്ട പിക്ചറും അക്രിലിക് കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്, ആ ബേർഡിൻ്റെ പിക്ചർ. ഇത് പക്ഷേ വാട്ടർ കളറാണ്. ഇത് ഒട്ടും തന്നെ നന്നാവാത്തൊരു പിക്ചറാണ്. നെക്സ്റ്റ് വണ്ണും ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതായിരുന്നു. ഇത് ആദ്യം ചെയ്ത് നോക്കിയൊരു പിക്ചറാണ് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ഏറ്റവും ആദ്യം ചെയ്തതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും ഈ ബുക്കിൽ പടങ്ങൾ വരക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് ആദ്യം ചെയ്തൊരു പിക്ചർ തന്നെയാണിത്. ഇതും നമ്മുടെ ആ വാട്ടർ കളർ മേടിച്ചപ്പോൾ ആർട്ടിസ്റ്റ് വാട്ടർ കളർ
കളർ മേടിച്ചപ്പോൾ ഒന്ന് ട്രയലായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇനി നെക്സ്റ്റ് പിക്ചർ അക്രിലിക്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ ആകാശമൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയ പിക്ചറാണ് ഇത്. ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഒരു ഫ്ലവറും ആകാശമൊക്കെ ഉള്ള ഒരു പിക്ചർ പോലെ തന്നെ തോന്നിക്കുന്നൊരു പിക്ചറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും മുന്നേ ഞാൻ വരച്ചൊരു പിക്ചറാണ് ഇതെന്ന്. ഇതും ആകാശത്തിന് ആ ഒരു പെർഫെക്ഷൻ ഒന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത് വരച്ച സമയത്തും. അപ്പോൾ എനിവേ ഞാൻ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിൽ എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പേപ്പർ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ ഇങ്ങനെ അടിയിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ, ഈ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പർ ബ്ലീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അടിയിലേക്കുള്ള ആ പേജിലേക്ക് എന്താ പറയുക, അത് ബ്ലീഡായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേപ്പർ ഇങ്ങനെ അടിയിൽ വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്, ഇത് പെയിൻറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഡൂഡിൽ ചെയ്തതാണ്. അതായത് വെറുതെ നമ്മൾ കളേഴ്സ് ഇങ്ങനെ ഡ്രോപ്പായിട്ട്, വാട്ടർ കളേഴ്സ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് അവിടെ ഇവിടെയായിട്ട് തോന്നുന്ന കളറൊക്കെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് നോക്കിയിട്ട് അതിങ്ങനെ സ്പ്രെഡായി വരുമല്ലോ. ആ സ്പ്രെഡായി വരുന്ന സമയത്ത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ സ്പ്രെഡ് ആയതിന് ചുറ്റും ഇങ്ങനെ ബോർഡർ പോലെ വരച്ച് ഡിസൈൻ ആക്കി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് അതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇലകൾ പോലെയും കുത്തുകൾ പോലെയും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി ഒരു പിക്ചറിനുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഇത് വലിയ ഇഷ്ടമാണ് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പേജിലും ഇതുപോലെ തന്നെയുള്ളൊരു പിക്ചറാണ് വരച്ച് വെച്ചിരിക്കുന്നത്. കളർ മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വാട്ടർ കളർ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് നോക്കിയിട്ട് ഒരു പിക്ചറാണ് നെക്സ്റ്റ് പേജിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കളർ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് ബ്ലൂവും ഗ്രീനും യെല്ലോയും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ബോർഡർ കൊടുക്കാനായിട്ട് നമ്മുടെ നോർമൽ ജെൽ പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഭാഗത്ത് കളറും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബ്ലാക്ക് കാണുന്നതൊക്കെയും ജെൽ പെൻ കൊണ്ട് കളർ ചെയ്തിരിക്കുന്നതാണ്. ആ ബോർഡർ ഇങ്ങനെ തിക്കായിട്ടും തിന്നായിട്ടും മാറി മാറി കൊടുക്കുമ്പോൾ, മാത്രമല്ല പല പല ഡിസൈൻസ് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ പ്രത്യേക ഭംഗിയിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഡൂഡ്ലിങ് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കണ്ണിങ്ങനെ വരച്ച് നോക്കിയതാണ്. ഇത് വാട്ടർ കളർ കൊണ്ട് ചെയ്ത് നോക്കിയതാണ്. ഈ ചിത്രം ഫിനിഷ്ഡ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലൂ കളറിന് പകരം ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഒന്നുകൂടി ഒരു ലെയറും കൂടി ഗ്രീൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റുക. മാത്രമല്ല ആ പുറത്തുള്ള കണ്ണിന് പുറത്തുള്ള സ്കിന്നും ഒക്കെ കളറ് ഒരു ലെയറും കൂടി കൊടുത്തു കഴിഞ്ഞാലേ ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചിരുന്നതാണ്. നെക്സ്റ്റ് വണ്ണും അക്രിലിക്കിൽ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇട്ടിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇത് ജസ്റ്റ് ബേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അക്രിലിക്സിൽ ജസ്റ്റ് ബേസ് മാത്രം, മലയുടെയൊക്കെ പോലത്തെ ഒരു പിക്ചറായിരുന്നു. അതിങ്ങനെ ബേസ് കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതാണ് ഈ ഒരു ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് പിക്ചർ എന്നാണ്. അതെ, ഇതാണ് ഈ ഒരു പുസ്തകത്തിലെ ഏറ്റവും ലാസ്റ്റ് പിക്ചർ. അപ്പോൾ ഇത് വാട്ടർ കളർ കൊണ്ട് ഞാനിങ്ങനെ ഒരു തോണിയുടെ പിക്ചർ വരക്കാനായിട്ട് തുടങ്ങിയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി, അവിടെ തന്നെ വെച്ചു. പിന്നീട് ഈ ബുക്ക് എടുത്ത് നോക്കിയ സമയത്ത്, ഇടയ്ക്ക് ഈ പുസ്തകം എടുത്ത് ആ ഷോർട്ട് വീഡിയോ ചെയ്തില്ലേ, ആ സമയത്ത് ഈ ബുക്ക് എടുത്ത് നോക്കിയ സമയത്താണ് ഞാൻ ഈ തോണിയുടെ പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കാണുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഷോർട്ട്സ് ഇട്ടു, പക്ഷെ അത് വരച്ച് തീർത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ പുസ്തകത്തിലെ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറാണെന്ന് നമ്മൾ പറഞ്ഞു. ഹാൻഡ് മെയ്ഡ് പേപ്പർ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിലുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പർ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹാൻഡ് മെയ്ഡ് പേപ്പർ വേണം എന്നില്ല. നോർമലി വാട്ടർ കളറും ആക്രിലിക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നോർമലി നമുക്ക് കിട്ടുന്ന പേപ്പർ വാങ്ങിച്ചിട്ട് ചെയ്തിരുന്നാലും മതി. ഒരു 160 GSM മുകളിലോട്ടുള്ള ഏത് പേപ്പർ വാങ്ങിച്ചിരുന്നാലും ശരി, നമുക്കത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് മേക്കിംഗ് വീഡിയോ ചെയ്യണം എന്ന് ചിലർ പറഞ്ഞിരുന്നു. അത് നമുക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്തായാലും ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും ആ ഒരു ബുക്ക് മേക്കിംഗ് വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ലോങ് പെയിൻറ്റിങ് വീഡിയോസും ഒക്കെ നമുക്ക് പതിയെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് മടിയാണ്. മാത്രമല്ല അത് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സമയം പോവും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം വീഡിയോസ് ചെയ്യാനായിട്ട് മടിയുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പതിയെ നോക്കാം, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്കെച്ച് ബുക്കിനെ കുറിച്ച് പറയാനായിട്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.